നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ സരിത ശേഖർ. ഞാൻ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ മഞ്ഞുമലിലെ കാർഡിയോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു രോഗി നെഞ്ചുവേദന അഥവാ ചെസ്റ്റ് പെയിൻ ആയിട്ട് വരുമ്പോൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു തരാം. ഒരു രോഗിക്ക് ചെസ്റ്റ് പെയിൻ തുടങ്ങുമ്പോൾ അഥവാ നെഞ്ചുവേദന തുടങ്ങുമ്പോൾ അത് താടിയുടെ എല്ല് മുതൽ പുക്കിൾ വരെ ഏത് ഭാഗത്തേക്കും ആകാം. അത് ഇടത്തെ കൈയിലേക്ക് വ്യാപിക്കുകയും ചെയ്യാം. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം, പ്രായാധിക്യമുള്ളവരിലും സ്ത്രീകളിലും പ്രമേഹ രോഗികളിലും ഈ പറയുന്ന ടിപ്പിക്കൽ വേദനയാവണമെന്നില്ല. നെഞ്ചിന് ഭയങ്കര ഭാരമായിട്ടോ ഒരു ഗ്യാസ് തിങ്ങി നിറഞ്ഞിരിക്കുന്നതായിട്ടോ ആയിരിക്കാം തോന്നുന്നത്. എന്തു തന്നെ ആയാലും അത് വീട്ടിലിരുന്ന് സ്വയം ചികിത്സ ചെയ്യാതെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഉടനെ തന്നെ ഡോക്ടറെ കണ്ട് ഒരു ECG എടുത്ത് നോക്കേണ്ടതാണ്. ECG എടുത്ത് ഡോക്ടർക്ക് കാണുമ്പോൾ മനസ്സിലാകും അതൊരു ഹാർട്ട് അറ്റാക്ക് ആണോ അതോ സമയമെടുത്ത് പരിശോധിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ആണോ എന്നുള്ള. ഹാർട്ട് അറ്റാക്കിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഒരു ECG കാണുമ്പോൾ ഒരു കാർഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡോക്ടറിന് മനസ്സിലാകും ഇതൊരു മേജർ ഹാർട്ട് അറ്റാക്ക് ആണോ അല്ലേ എന്നുള്ള. ഒരു മേജർ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ECGയിൽ കാണുന്ന വേരിയേഷൻ ഹൃദയത്തിലൊരു രക്തക്കുഴൽ അടഞ്ഞു പോയതിന് ശേഷം അവിടുത്തെ മസിലിലേക്ക് രക്തം എത്താതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ കാണുന്ന ഒരു ECGയുടെ വേരിയേഷനാണ് ഒരു മേജർ ഹാർട്ട് അറ്റാക്ക് എന്ന് നമ്മൾ വിളിക്കുക. മേജർ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് ഡോക്ടർ പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട കാര്യം അവിടെ സമയത്തിനാണ് മൂല്യം. അവിടെ നമ്മൾ വലിയ ഹോസ്പിറ്റൽ അന്വേഷിച്ചോ അല്ലെങ്കിൽ നമ്മൾക്ക് പരിചയമുള്ള ഡോക്ടറിനെ അന്വേഷിച്ചോ മണിക്കൂറുകളോളം കളയുന്നത് തെറ്റാണ്. മിനിറ്റ് മീൻസ് മസിൽ എന്നാണ്. അതായത് രക്തക്കുഴൽ അടഞ്ഞിരിക്കുമ്പോൾ ഓരോ മിനിറ്റും മസിലിന് പെർമനൻറ്റ് ഡാമേജ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഡോക്ടർ ഒരു മേജർ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാത്ത് ലാബ് ഫെസിലിറ്റി, അതായത് ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ബ്ലോക്ക് നീക്കം ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റി ഉള്ള നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ ചെല്ലുക എന്നുള്ളതാണ്. വേദന തുടങ്ങി ഗോൾഡൻ പീരീഡ് എന്ന് നമ്മൾ പറയുന്നത് 3 മണിക്കൂറിനുള്ളിലാണ്. 1 hour ആണ് ഗോൾഡൻ പീരീഡ്. പക്ഷെ നമ്മളത് മനസ്സിലാക്കി ഹോസ്പിറ്റലിൽ എത്തി ചെക്കപ്പ് ചെയ്ത് നമ്മൾ കാത്ത് ലാബ് എത്തുമ്പോഴത്തേക്ക് അത് 3 മണിക്കൂറിനുള്ളിലെങ്കിലും ആണെങ്കിൽ നമുക്കത് വളരെ വിജയകരമായ റിസൾട്ട് കിട്ടും. ഇതാണ് ഒരു മേജർ ഹാർട്ട് അറ്റാക്ക്. അതേസമയം ECGയിൽ ചെറിയ വേരിയേഷൻസ് ആണെങ്കിൽ ഒരു മൈനർ ഹാർട്ട് അറ്റാക്ക് സസ്പെക്ട് ചെയ്ത് ഡോക്ടർ അഡ്മിഷൻ സജസ്റ്റ് ചെയ്തേക്കാം. അങ്ങനെയുള്ളപ്പോൾ 6 മണിക്കൂർ ഇടവിട്ട് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് നോക്കിയ ശേഷമാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കുക. ഏതാണെങ്കിലും നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ പോയി ഒരു ECG എടുത്ത് ഡോക്ടറിൻ്റെ ഉപദേശപ്രകാരം മുമ്പോട്ട് പോകുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മേജർ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു രോഗിക്ക് ഹാർട്ട് അറ്റാക്ക്, ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷപാതം വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് മരുന്നുകൾ ആജീവനാന്തം കഴിക്കേണ്ടതാണ്. നമ്മൾ ആ ഇനീഷ്യൽ ചികിത്സയെല്ലാം കഴിഞ്ഞ് ആദ്യത്തെ 3-4 ചെക്കപ്പുകൾ കഴിയുമ്പോൾ ഡോക്ടർ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നീട് നമുക്ക് അങ്ങോട്ട് ഡോക്ടറെ കാണാൻ പോകാനുള്ളൊരു മടി വരികയും തനിയെ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മരുന്ന് നിർത്താനും ഉള്ളൊരു ടെൻഡൻസി പേഷ്യൻസിനിടയിൽ ഞങ്ങൾ കാണാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. കാലാവധി കുറച്ച് കൂടിപ്പോയാലും സാരമല്ല, ഒരു 6 മാസം ഇടവിട്ടെങ്കിലും ഡോക്ടറിനെ കാണുക. കഴിക്കേണ്ട കുറച്ച് സെറ്റ് ഓഫ് മെഡിസിൻസ് ഉണ്ട്, അത് ആജീവനാന്തം കഴിക്കുക. ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, അമിതമായ രക്തസമ്മർദ്ദം, കൊളസ്ട്രോളിൻ്റെ ആധിക്യം ഇതൊന്നും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഓരോ പേഷ്യൻറ്റും ചെക്കപ്പിന് വരുമ്പോൾ എനിക്ക് മരുന്ന് നിർത്താറായോ ഡോക്ടർ എന്നുള്ള ചോദ്യത്തിന് അവിടെ പ്രസക്തി ഇല്ല. നമ്മളുടെ ബ്ലഡിലെ ലെവലിൽ ബ്ലഡ് ഷുഗർ ആണെങ്കിലും ബ്ലഡ് പ്രഷർ ആണെങ്കിലും കൊളസ്ട്രോളിൻ്റെ ലെവലാണെങ്കിലും പിന്നെ ഈ പറഞ്ഞ പോലെ സ്ട്രോക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ള പേഷ്യൻസ് ആജീവനാന്തം ഒരു സെറ്റ് ഓഫ് മെഡിക്കേഷൻസ് തുടരേണ്ടതാണ്. ഇതെല്ലാം നിങ്ങൾ ഓർത്തു വെക്കുമെന്ന് വിചാരിക്കുന്നു. ഒരു രോഗി അല്ലെങ്കിൽ ഒരു സാധാരണ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരാൾക്ക് ഇതിനൊക്കെ എത്ര റിസ്ക് ഉണ്ടെന്ന് അറിയണമെങ്കിൽ പീരിയോഡിക്കലായിട്ട് ചെക്കപ്പ് ചെയ്യണം. അതുകൊണ്ട് ഒരു ഡോക്ടറിനെ, ഒരു ഫിസിഷ്യനെ മീറ്റ് ചെയ്ത് ഒരു 6 മാസം ഇടവിട്ടെങ്കിലും നമ്മളുടെ ബ്ലഡിലെ ലെവലിൽ കൊളസ്ട്രോള്, ഷുഗർ, ബ്ലഡ് പ്രഷർ എത്ര ഉണ്ട് മുതലായ ബേസിക് ചെക്കപ്പ് ചെയ്തിരിക്കേണ്ടതാണ്. നമസ്കാരം.